പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാവുന്ന ചിക്കൻ കറി റെസിപ്പിയാണിത്. കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 5 ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഈ ചെറിയ ഉള്ളി അല്ലെങ്കിൽ 2 മീഡിയം സൈസിലുള്ള സവാള എടുത്താലും മതി. പിന്നെ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് ആണ് ചേർക്കുന്നത്. അതൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്ത് എടുത്തു വെച്ചതാണ്. പിന്നെ ഒരു പഴുത്ത തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ്, ഇതൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. കറി കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ ചൂടാക്കാൻ വെച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഈ ജീരകം നന്നായിട്ടൊന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നന്നായി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണോളം ഇത് ചേർത്ത് കൊടുത്തു. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലി പൗഡർ അല്ല, പച്ചമുളകും കൂടി ചേർത്തതുകൊണ്ട് എരിവ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കൂടുതലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി തക്കാളിയും 1/4 കപ്പോളം മല്ലിയിലയും കൂടി ചേർത്തൊന്ന് ഇളക്കാം. നന്നായി ഒന്ന് വാട്ടിയെടുത്ത ശേഷം ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇതിലേക്ക് ചേർത്ത ശേഷം 2 മിനിറ്റ് ഈ മസാലയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലിലാണ് ഈ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. ആദ്യം 2-ാം പാലാണ് ചേർക്കുന്നത്. 2 കപ്പ് 2-ാം പാല്, അതായത് 500 ml 2-ാം പാല് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടി കുറവുള്ള പാലാണ് ചേർത്തത്. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ തേങ്ങാപ്പാലിൽ മാത്രമാണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത്. ചിക്കനിലേക്കും കൂടി ആവശ്യമായ ഉപ്പും കൂടി ചേർക്കാം. ആദ്യം നമ്മൾ സവാള വാട്ടിയെടുക്കുമ്പം കുറച്ച് ഉപ്പ് ചേർത്തതാണ്. അതുകൊണ്ട് ആവശ്യമാണെങ്കിൽ ചേർത്താൽ മതി. ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിളക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി കുക്കർ ക്ലോസ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിലും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു വിസിലും കൂടിയാണ് വെക്കുന്നത്. രണ്ട് വിസിൽ വന്ന ശേഷം ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. എന്നിട്ട് കുക്കറിലെ എയർ നന്നായിട്ട് പോയ ശേഷം കുക്കർ ഓപ്പൺ ചെയ്യാം. ഇപ്പം ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന 1/2 കപ്പ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ കൂടി ചേർത്ത് ഇളക്കാം. ഇത് നമുക്ക് ചപ്പാത്തി, നെയ്ച്ചോറ്, പത്തിരി, പുട്ടിൻ്റെ കൂടെ എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്.